പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള അവിവേകത്തിന് മുതിർന്നാൽ ഈ ഭൂമുഖത്തു നിന്നും പാകിസ്ഥാനെ അപ്രത്യക്ഷമാക്കും. Join the legacy of excellence at Little Flower Engineering Institute, Kalmasheri. പാകിസ്ഥാൻ തീവ്രവാദികളെ സംരക്ഷിക്കുകയും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ ഭൂമിശാസ്ത്രത്തിന്റെയോ ചരിത്രത്തിന്റെയോ ഭാഗമാകണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കണമെന്ന് ഇസ്ലാമാബാദിന് അയച്ച കർശനമായ സൈനിക സന്ദേശത്തിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കി. ഡൽഹിയിലെ മനേക്ഷാ സെന്ററിൽ യൂണിഫോം അൺവെയിൽഡ് സംഘടിപ്പിച്ച ഒരു സംവേദനാത്മക സെഷനിൽ കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ സിന്ധൂരിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വീണ്ടും ഉയർന്നാൽ ഇന്ത്യൻ സൈന്യം എങ്ങനെ പ്രതികരിക്കുമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ തീവ്രവാദികളെ സംരക്ഷിക്കുകയും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ ഭൂമിശാസ്ത്രത്തിന്റെയോ ചരിത്രത്തിന്റെയോ ഭാഗമാകണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കണമെന്നും കരസേനാ മേധാവി പറഞ്ഞു. രാജ്യവും ഇന്ത്യൻ സൈന്യവും ഓപ്പറേഷൻ സിന്ധൂരിന്റെ 1ാം വാർഷികം ആഘോഷിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് സേനാ സംവാദം എന്ന പരിപാടിയിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ. ജനറൽ ദ്വിവേദിയുടെ പരാമർശങ്ങൾ ഹ്രസ്വമാണെങ്കിലും പാകിസ്ഥാൻ ഒരു തുറന്ന സന്ദേശം നൽകുകയും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം മെയ് 7 പുലർച്ചെയാണ് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചത്. പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ ഒന്നിലധികം ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം കൃത്യമായ ആക്രമണം നടത്തി. പിന്നീട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയും ആക്രമണം അഴിച്ചുവിട്ടു. തുടർന്ന് ഇന്ത്യ നടത്തിയ എല്ലാ പ്രത്യാക്രമണങ്ങളും ഓപ്പറേഷൻ സിന്ധൂറിന് കീഴിൽ നടത്തി. ആണവായുധങ്ങളുള്ള രണ്ട് അയൽക്കാർ തമ്മിലുള്ള സൈനിക സംഘർഷം ഏകദേശം 88 മണിക്കൂർ നീണ്ടുനിന്നു.